നമസ്കാരം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം പിന്മാറുന്നു. ഒപ്പം ടീകോമിന് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ മന്ത്രിസഭാ തീരുമാനവുമായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റിക്കായി 246 ഏക്കർ ഭൂമിയായിരുന്നു സർക്കാർ അനുവദിച്ചു നൽകിയത്. ടീകോമിനെ കൊണ്ട് സർക്കാർ യാതൊരു പണിയും എടുപ്പിച്ചില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് ഭൂമി കച്ചവടമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. 2017 കരാറിന് വിരുദ്ധമായി ടീകോമിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് സർക്കാർ എന്തുകൊണ്ട് പറയുന്നു? ടീകോം കൈകഴുകിയോ? സ്മാർട്ട് സിറ്റിയിൽ ഇനി എന്താ? റിപ്പോർട്ടർ ലൈവത്തോണിലേക്ക് സ്വാഗതം. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്ത് നിന്ന് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഗുഡ് മോർണിംഗ് ലേബി സജീന്ദ്രൻ. സ്മാർട്ട് സിറ്റിക്കായി ഏറ്റെടുത്ത ഭൂമി എന്ന് പറയുന്നത് ഒരു വൻ പദ്ധതിക്ക് ഉതകുന്ന രീതിയിലാണ്. ഇത്രയും ഭൂമി വേണമായിരുന്നോ എന്നൊക്കെ അന്ന് ചോദ്യമുയർന്നതാണ്. പക്ഷേ ഇന്ന് 13 വർഷം പിന്നിടുമ്പോൾ ആ ഭൂമിയിൽ ഉപയോഗിച്ചത് വളരെ പരിമിതമായ അളവിൽ, അതായത് 1/5 പോലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതല്ലേ നമ്മൾ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് സുജയ. കൃത്യമായി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിക്ക്, കാക്കനാടുള്ള സ്മാർട്ട് സിറ്റിക്ക് മുന്നിലാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി മാറും എന്ന് കരുതിയിരുന്ന പദ്ധതി പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 90,000 ആളുകൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകും എന്നുള്ള കരാർ ലംഘിച്ചുകൊണ്ട് 10,000-ൽ താഴെ മാത്രമാണ് അത്തരത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചിരിക്കുന്നത്. നിക്ഷേപകരുടെ വൻ ഒഴുക്ക്, അത് ആഗോള കമ്പനികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് കയറുമെന്നുള്ളതായിരുന്നു പ്രധാന വാഗ്ദാനം. എന്നാൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നതാകട്ടെ 37ഓളം കമ്പനികളാണ് പ്രധാനമായി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നോർക്കണം. അതായത് വലിയ വാഗ്ദാനവുമായി വന്നിരിക്കുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പിന്മാറുകയല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗവുമില്ല എന്നോർക്കേണ്ടതുണ്ട് സുജയ. ഇപ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനി എങ്ങോട്ടാണ് സ്മാർട്ട് സിറ്റി എന്നുള്ള സ്വപ്ന പദ്ധതി പോകുക എന്നുള്ള കാര്യം. ഇപ്പോൾ നിലവിലെ അവസ്ഥ വച്ചിട്ടാണെങ്കിൽ സർക്കാരിന് മുന്നിൽ, അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് മുന്നിൽ ഇനി 3 മാർഗങ്ങളാണ് തെളിഞ്ഞു വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട കാര്യം, ടീകോം ഈ സ്വമേധയാ ഇതിൽ നിന്ന് പിന്മാറുമോ? ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ഇപ്പോൾ ഇതുവരെയുള്ള ഈ തീരുമാനപ്രകാരം നഷ്ടപരിഹാരം വാങ്ങിച്ചുകൊണ്ട് ടീകോം പിന്മാറാൻ തയ്യാറാകുമോ? അതല്ലെങ്കിൽ മറ്റൊരു കാര്യമുള്ളത്, ടീകോം തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും നഷ്ടപരിഹാര തുക മുന്നോട്ട് വയ്ക്കുക? അത് സംസ്ഥാന സർക്കാരിന് സ്വീകാര്യമാകുമോ? അങ്ങനെ സ്വീകാര്യമായില്ല എങ്കിൽ ടീകോം നടപടിയുമായി മുന്നോട്ട് പോകും. പ്രധാന കാര്യം പദ്ധതി പ്രദേശത്തേക്ക് വരാം. ഇതിൽ പ്രതിപക്ഷം ഇപ്പോൾ എന്താണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം എങ്ങനെയാണ് ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ഉയർത്താൻ പോകുന്നത് എന്നതറിയണം. ടീകോമിന് നഷ്ടപരിഹാരം നൽകി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അതായത് പ്രതിഷേധം കടുപ്പിക്കുകയാണെന്ന് വ്യക്തം. സർക്കാർ ലക്ഷ്യമിടുന്നത് ഭൂമി കച്ചവടം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കി 246 ഏക്കർ ഭൂമി അടിയന്തരമായി തിരിച്ചെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ടീകോമിനെ കൊണ്ട് നിക്ഷേപകരെ എത്തിക്കാത്തതിന് കാരണം ഇടത് സർക്കാരുകളുടെ പിടിപ്പുകേടാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. പദ്ധതി പരാജയമായാൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുള്ളപ്പോൾ ടീകോമിന് പണം നൽകുന്നതിൽ ദുരൂഹതയുണ്ടെന്നും UDF വ്യക്തമാക്കുന്നു. ഈ 206 ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ ഗവൺമെൻറ് കഴിയും. ഒരു ദിവസം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന നടപടിയാണ്. അപ്പോൾ വ്യവസ്ഥകൾ ലംഘിച്ച് ഒരു നിർമ്മാണ പ്രവർത്തനവും 13 വർഷക്കാലമായി നടത്താത്ത, തൊഴിലവസരങ്ങൾ കൊടുക്കാത്ത ആ കമ്പനിക്ക് തന്നെ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചീറ്റിംഗ് അല്ലേ? അതൊരു വലിയ അഴിമതിയല്ലേ? അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി മന്ത്രിസഭാ യോഗ തീരുമാനം റദ്ദാക്കണം. പാട്ടക്കരാർ അനുസരിച്ചും മറ്റ് വ്യവസ്ഥകൾ അനുസരിച്ചും ഇവരുടെ അസറ്റും ഭൂമിയും തിരിച്ചു പിടിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ 10 കൊല്ലത്തേക്കും ഉണ്ടായിരുന്നു. 2007 അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ അവരുണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ ആ വ്യവസ്ഥകൾ മാറ്റി. പക്ഷേ അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിലെയും 7 അതുപോലെ 11 വ്യവസ്ഥകൾ അനുസരിച്ച്, ക്ലോസ് അനുസരിച്ചിട്ട് എന്തെങ്കിലും വീഴ്ച ടീകോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സർക്കാർ നടത്തിയ എല്ലാ മുതൽ മുടക്കുകളും ചെലവഴിച്ച തുകയും ടീകോമിൽ നിന്ന് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 722C വളരെ കൃത്യമായി പറയുന്നു, റിക്കവർ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ്, കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഇൻകർ ഫ്രം ടീകോം ആസ് സർട്ടിഫൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ജോയിൻ്റ്ലി അപ്പോയിൻറ്റഡ് ബൈ ദ പാർട്ടീസ്. ഇത് തന്നെ 11-ലും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. ടീകോം ആൻഡ് ഇറ്റ്സ് പെർമിറ്റഡ് അഫിലിയേറ്റ്സ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ ടു ഇൻഡെംനിഫൈ, defend and hold Government of Kerala and society harmless for damages arising
directly or indirectly from or in connection with any breach of any warranty of TCOM contained in this agreement. അപ്പോൾ 2007 സർക്കാർ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം TCOM ഈ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ. ഇവിടെ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ച പ്രധാന ചോദ്യം. ആരാണ് വീഴ്ച വരുത്തിയത്? സർക്കാരാണോ അല്ലെങ്കിൽ TCOM ആണോ? കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് നടത്തിയിരിക്കുന്നത്? നമുക്കറിയാമല്ലോ 2007 എഗ്രിമെൻറ്റ് 10 വർഷം അല്ലേ, 2019 മുമ്പ് തീർക്കണമെന്നാണ്. എന്നിട്ട് ഈ ഓരോ 5 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ളതല്ലേ, ഗവൺമെൻറ്റിന് ഷെയറുള്ളതല്ലേ? അപ്പോൾ സർക്കാർ ഇത് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാൻ ഉള്ളൊരു നീക്കം ദുരൂഹമാണ്. അതാ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് TCOMൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി ഈ നടപടിയായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും TCOMന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല. ഇത് എന്താണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ വിവരം എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ അതിൽ നിന്ന് പിന്മാറാനുള്ള ഏകപക്ഷീയമായ നീക്കം പുനരാലോചിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്, നവീൻ ബാബുവിൻ്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത കേസിൽ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കും. അതിനർത്ഥം ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ടെന്നാണ് സർക്കാരിനും CPMനും. ഞങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ ഇതിന്റെ പുറകിലുള്ള അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഊർജ്ജസ്വല തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ നമ്മൾ ഗവൺമെന്റ് ഒരു ഊർജ്ജസ്വലത കാണിക്കട്ടെ. 2016 ഞങ്ങൾ പോകുമ്പോൾ ഇനോഗ്രേറ്റ് ചെയ്ത അവിടെ നിന്ന് തുടങ്ങി ഒരു ഊർജ്ജസ്വലത കാണിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കുറേ കൂടി കെട്ടിടങ്ങൾ അവിടെ വരുമായിരുന്നു, കുറേ കൂടി കമ്പനികൾ വരുമായിരുന്നു. TCOMനെ പ്രേരിപ്പിച്ച് പണിയെടുപ്പിച്ച് അവിടെ ഈ കമ്പനികളെ കൊണ്ടുവരൽ എങ്ങനെയാണ്? അത് പ്രൊമോഷൻ വർക്കാണ്. ആ പ്രൊമോഷൻ വർക്ക് കമ്പനികളെ ഇൻവൈറ്റ് ചെയ്യണമായിരുന്നു, പോയി റോഡ് ഷോ നടത്തണമായിരുന്നു. മുഖ്യമന്ത്രിമാർ IT വകുപ്പ് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇൻവെസ്റ്റേഴ്സിനെ ക്യാമ്പയിൻ ചെയ്യണ്ടേ, കൊണ്ടുവരണ്ടേ, അവരെ പ്രേരിപ്പിച്ച് കൊണ്ടുവരണ്ടേ? അങ്ങനെ ഒരു സംഗതി BS ഗവൺമെൻറ്റിൻ്റെ കാലത്തും നടന്നിട്ടില്ല. ഇപ്പോഴത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തും അത് നടന്നിട്ടില്ല. പിരിയാൻ ഇത്ര ഉത്സാഹം കാണിക്കുന്നവർക്ക് ഇവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ചർച്ച ഒരു പ്രാവശ്യമെങ്കിലും പോയി നടത്താമായിരുന്നില്ലേ? TV പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു. TV പ്രസാദ്, PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വാചകമുണ്ട്, ഉത്സാഹം എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ മന്ത്രിസഭാ യോഗം ചേർന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞ 1 വർഷമായി എങ്ങനെയാണ് ആർബിട്രേഷൻ അടക്കം എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളിൽ നടത്തുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ താല്പര്യം എവിടെയാണ്? ഈ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതി അതേ രീതിയിൽ നടപ്പാക്കാൻ TCOMന് മേൽ സമ്മർദ്ദം ചെലുത്താൻ എന്തുകൊണ്ടാണ് 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും നാളിതുവരെ ശ്രമിക്കാത്തത്? ഈ ചോദ്യങ്ങൾ സജീവമായി ഉയർത്തുകയല്ലേ പ്രതിപക്ഷം? പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ തത്സമയം കേൾക്കുകയും ചെയ്തല്ലോ. ഉറപ്പായും സുജയ, അതുകൂടാതെ ഇതിന് പിന്നിലുള്ളത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ്. അതായത് ഈ മന്ത്രിസഭാ തീരുമാനത്തിന് ഒരു കാരണവശാലും പച്ചക്കൊടി വീശാൻ പ്രതിപക്ഷം തയ്യാറല്ല. കടുത്ത വിമർശനങ്ങളുമായി പ്രത്യക്ഷ സമരങ്ങളുമായി ഇനി ഉൾപ്പെടെ പ്രതിപക്ഷം മുന്നോട്ട് വന്നേക്കും എന്നുള്ളതാണ്. കാരണം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതി, ആ പദ്ധതി കൂടി എന്നേക്കുമായി അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, ആ സ്വകാര്യ കമ്പനിക്ക് പൂർണ്ണമായി ലാഭമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി UDF കാണുന്നത്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്നുള്ളത് TCOM കമ്പനി തന്നെയാണ്. കാരണം 2007 ഇതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയെങ്കിലും 2011 മുതലാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അതായത് 2011 തുടങ്ങി 2021 വരെ ഈ 10 വർഷ കാലയളവാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത്. അതിൽ 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ 90,000 തൊഴിലവസരങ്ങളും ഉണ്ടാകണം.
അങ്ങനെ ഇതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിൻ്റെ ടീകോമിൻ്റെ മറുപടി ഇതായിരുന്നു, അത് കോവിഡ് ആയിരുന്നു കാരണം എന്നുള്ളതാണ്. അതായത് 2019 വന്ന കോവിഡിൻ്റെ ചുമലിലേക്ക് ഈ കാര്യങ്ങൾ എടുത്തിടുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ യോഗത്തിലേക്ക് കൊടുത്ത കുറിപ്പിലും പറയുന്നത് ഈ കോവിഡ് കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതായത് അവസാനത്തെ 2 മാസം വന്ന കോവിഡിൻ്റെ ചുമലിൽ താങ്ങിക്കൊണ്ട് ഇത് നടത്താൻ കമ്പനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ടീകോമിന് കഴിയാത്തത് എന്ന് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു വെക്കുകയാണ്. ഇത് അടിമുടി ദുരൂഹമാണ് ഈ നീക്കം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം, അതായത് അവിടെ ചെലവാക്കിയ എല്ലാ തുകയും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെ തിരിച്ചു പിടിക്കാനുള്ള വ്യവസ്ഥ ഉണ്ട് എന്നിരിക്കെ ടീകോമിൻ്റെ ഭാഗത്താണ് പാളിച്ചയെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് എന്ന ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് വി.ഡി. സതീശനായാലും കുഞ്ഞാലിക്കുട്ടി ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഒരൊറ്റ വാക്കാണ് പറയുന്നത്, ഇതിൽ അടിമുടി ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭാ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം, മറിച്ച് സർക്കാരിന് നേട്ടമുണ്ടാകുന്ന തലത്തിലേക്ക് ഈ തീരുമാനം മാറ്റി എഴുതണം എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. സുജയ. ടി.വി. പ്രസാദ്, തുടരുക. നമുക്ക് സർക്കാരിന് എന്താണ് ഇതിനുള്ള ഒരു മറുപടി എന്ന് കൂടി കേൾക്കണം. പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തുള്ളപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനാണ് സർക്കാർ നീക്കം. ടീകോമിന്റെ കൈവശമുള്ള 246 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. ടീകോം പദ്ധതിയിൽ നിന്നും പിന്മാറിയ സാഹചര്യത്തിലാണ് നടപടി. ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. സ്മാർട്ട് സിറ്റിക്ക് പുതിയ പങ്കാളിയെ കണ്ടെത്താൻ സർക്കാർ ശ്രമം തുടങ്ങി. റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇത് സ്മാർട്ട് സിറ്റി വേണ്ടെന്ന് വെക്കുകയാണോ, അതോ ടീകോമിനെ വേണ്ടെന്ന് വെക്കുകയാണോ, അതോ ഈ 246 ഏക്കർ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനായി വകമാറ്റി വിടാനായിട്ടുള്ള നീക്കമാണോ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ? ഇങ്ങനെ പല ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ വരുത്തുന്ന വ്യക്തത എന്താണോ റോഷിപാൽ? സുജയ, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നേരത്തെ സർക്കാർ ഏറ്റെടുത്ത് കൈമാറിയ 240 ഏക്കർ ഭൂമി അത് തിരിച്ചുപിടിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ടീകോം പദ്ധതി ഉപേക്ഷിച്ചു, ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം തന്നെ അറിയിച്ചു എന്ന വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ടീകോമിന് നിന്നും ഈ ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കുക. അതിന് പുറമെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാര തുക ടീകോമിന് നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുക എത്രയെന്ന് കണ്ടെത്താൻ, അതിൻ്റെ നഷ്ടത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കാനായി പ്രത്യേക സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ മൂല്യം നിർണ്ണയിക്കും, ഈ ടീകോവുമായി ആശയവിനിമയം നടത്തി പ്രശ്നങ്ങളില്ലാതെ ഇത് ഒത്തുതീർപ്പ് ആക്കും, എന്നിട്ട് ഭൂമി തിരിച്ചെടുക്കും. ഈ 240 ഏക്കർ ഭൂമി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ IT വ്യവസായം തന്നെ തുടരാൻ നേരത്തെയുള്ള പദ്ധതി പോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സ്ഥലപരിമിതി മൂലം 100-ലേറെ കമ്പനികൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അവിടെ ഫേസ് 4 വരെ വലിയ വികസനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് 41 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വർക്ക് ഏരിയ ഉണ്ടാക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തു കഴിഞ്ഞു. അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് സംസ്ഥാന സർക്കാർ. അതിനിടയിലാണ് ഇങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള തീരുമാനം. ഇങ്ങനെ 100ഓളം കമ്പനികൾ കാത്തിരിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ലാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വ്യവസായ മന്ത്രി പി രാജീവും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ല പങ്കാളിയെ കണ്ടെത്തണം, പരിചയസമ്പത്തുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തണം. ആ പങ്കാളിയെ കണ്ടെത്താനുള്ള തിരക്കിട്ട നീക്കവും ഒരു ഭാഗത്ത് സർക്കാർ നടന്നു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ഈ സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇനി പ്രതിസന്ധിയിലാകുമോ എന്ന് വ്യക്തമല്ല. പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഈ റിയൽ എസ്റ്റേറ്റ് ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഈ നിലവിൽ ഇത് സെസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ റിയൽ എസ്റ്റേറ്റിലേക്ക് പോകുക അത്ര എളുപ്പമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. വാണിജ്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാതെ ഇനി മറ്റൊരു മേഖലയാക്കി ഇത് തിരിക്കാൻ കഴിയില്ല. ഇത് IT വ്യവസായത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി അങ്ങനെ ഫ്രീ സോണാക്കി മാറ്റിയത്. അങ്ങനെ സെസ് ഏരിയയായി മാറിയ ഈ പ്രദേശം മറ്റു വ്യവസായങ്ങളിലേക്ക് മാറണമെങ്കിൽ വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ വാണിജ്യ വിഭാഗം അനുമതി നൽകേണ്ടി വരും. അനുമതി തേടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകും. IT വ്യവസായമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിൽ ഏതാണ്ട് 20% മാത്രമാണ് മറ്റ് വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ സർക്കാരിന് കഴിയുക.
ഓക്കെ റോഷിപാൽ, തുടരുക. നമുക്ക് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി നടപ്പാകുന്നില്ല, അതേസമയം തന്നെ തൊട്ടടുത്ത ഇൻഫോ പാർക്കിലേക്ക് കൂടുതൽ കമ്പനികൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ് പാളിയത്, എവിടെയാണ് കൃത്യമായ കരുനീക്കങ്ങൾ നടക്കുന്നത്, അത് നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണ് ഈ ലൈവത്തോണിലൂടെ. ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ടീകോം പിന്മാറുമ്പോൾ ഇനി ആ സ്മാർട്ട് സിറ്റിക്കായി ഏറ്റെടുത്ത ഭൂമി എന്തിന് IT വികസനത്തിനായി ഉപയോഗിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നമുക്കൊന്ന് പോകാം. അലി അക്ബർ ഷാ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നെങ്കിൽ ഇൻഫോ പാർക്ക് സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങിയേനെ എന്നും കേൾക്കുന്നുണ്ട്. അലി അക്ബർ ഷാ, ഗുഡ് മോർണിംഗ്. ഇൻഫോ പാർക്കിൽ ഇപ്പോൾ കൂടുതൽ കമ്പനികൾ വന്നു ചേരുന്ന, നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസവും അവിടെ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടാകാം. ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് രണ്ടിടത്തും സംഭവിച്ചതായി അലി മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിന് മുന്നിലാണ്. ഒരു വശത്ത് വിഫല ശ്രമമായി സ്മാർട്ട് സിറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നേരെ എതിർവശത്താണ് ഇൻഫോ പാർക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2004 26 കമ്പനികളുമായി തുടങ്ങിയ ഇൻഫോ പാർക്ക് അന്ന് 700ഓളം സ്റ്റാഫായിരുന്നു ഇൻഫോ പാർക്കിനകത്ത് ജോലി ചെയ്തിരുന്നത്. 2024 ഇപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ 582 കമ്പനികളാണ് ഇൻഫോ പാർക്കിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതിൽ ജോലി ചെയ്യുന്നത് 70,000-ലധികം സ്റ്റാഫാണ്. സുജയ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇതിന് മുന്നിൽ നിൽക്കുമ്പോഴും ഇതിനകത്ത് റിക്രൂട്ട്മെന്റും മറ്റ് കമ്പനികൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇൻഫോ പാർക്ക് അതിന്റെ 3ാം ഘട്ട സ്വപ്നത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുമെന്ന നിലയിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഇൻഫോ പാർക്കിനകത്തുള്ള ആളുകൾ, ഈ ടെക്കികളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഈ 3ാം ഘട്ട സ്വപ്നത്തിൽ 160 പുതിയ കമ്പനികളാണ് ആപ്ലിക്കേഷനുമായി എത്തിയിരിക്കുന്നത്. ഈ 160 കമ്പനികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇൻഫോ പാർക്കിന് നിലവിലില്ല. ഈ കമ്പനികളെ കൂടി അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 250 ഏക്കറിലധികം സ്ഥലം വേണ്ടിവരും. അത്തരത്തിൽ നിലവിൽ ഈ ആലോചനകളുടെ ഘട്ടത്തിൽ തന്നെ 160 പുതിയ കമ്പനികൾ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻഫോ പാർക്കിലുള്ള വിശ്വാസം, അതിന്റെ കുതിച്ചുചാട്ടം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. സ്വാഭാവികമായും ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അത് ഇൻഫോ പാർക്കിന്റെ വിപുലീകരണത്തിന് വലിയ നിലയിൽ ഉപകാരപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ, ഇനിയും 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇൻഫോ പാർക്കിലുള്ള ടെക്കീസ്, അവരുടെ സംഘടനകളും അതുമായി IT മേഖലയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരും എല്ലാവരും പറയുന്നത് ഈ സ്മാർട്ട് സിറ്റി സ്വാഭാവികമായും ഇൻഫോ പാർക്കിന്റെ ഭാഗമാവുകയാണെങ്കിൽ അത് കൊച്ചിയുടെ വികസനത്തിന്, കൊച്ചിയുടെ കുതിച്ചുചാട്ടത്തിനുള്ള വലിയൊരു മുന്നേറ്റമാകും എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇത് മുഖാമുഖം നിൽക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിന്റെ ഫേസ് 1 മുന്നിലാണ്. തൊട്ട് നേരെയാണ് ഈ പറയുന്ന സ്മാർട്ട് സിറ്റിയുടെ ഗേറ്റ് വരുന്നത്. 2 ധ്രുവങ്ങളിലാണ് ഈ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഈ 2 സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അതിന്റെ വികസന സ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് എന്നതാണ് ചോദ്യം. അത് ആര് ഏറ്റെടുക്കും, ഏത് രീതിയിലേക്ക് ഇനി സ്മാർട്ട് സിറ്റിയുടെ ഭാവി ഏത് നിലയിലേക്ക് പോകുമെന്നെല്ലാം ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും IT മേഖലയിൽ നിന്നുള്ള വിദഗ്ധ അഭിപ്രായം അത് ഇൻഫോ പാർക്കിന്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ ഒരു ലോകോത്തര IT ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിൽ ഇൻഫോ പാർക്കിന് മുതൽക്കൂട്ടാകും ആ നീക്കം എന്നുള്ളതാണ്. എന്തായാലും ഇൻഫോ പാർക്കിന്റെ കുതിച്ചുചാട്ടം, അതിന്റെ മുന്നോട്ട് പോക്ക് തുടരുകയാണ്. ഈ 2 പതിറ്റാണ്ട് കാലം 2004 തുടങ്ങി 2024 എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ ഈ IT മേഖലയിലെ കുതിച്ചുചാട്ടത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഇൻഫോ പാർക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ 3ാം ഘട്ട സ്വപ്നങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പുതിയ കമ്പനികൾ 160ഓളം കമ്പനികൾ ഇതിനോടകം തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ടെക്കികൾ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്കിനോട് ചേരുമോ, സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്കിന്റെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ വേണ്ടിയാണ് സുജയ. ഓക്കെ, എന്താകും തീരുമാനമെന്നറിയാൻ അലി നമുക്ക് ലേബിയിലേക്കൊന്ന് പോകാം. പദ്ധതി പ്രദേശത്ത് ലേബി സജീന്ദ്രൻ നിൽക്കുകയാണ്. ലേബി സജീന്ദ്രൻ, അടുത്തതായി അറിയേണ്ടത് ലേബി ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ ഇത്രയധികം ഏക്കറുകൾ കയ്യിലുണ്ട്, ഇതിന്റെ ഭാവി എന്തായിരിക്കും? സുജയ, 2 വഴികളാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. അതിലെ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഇപ്പോൾ 84% ഓഹരി സംസ്ഥാന സർക്കാരിനും 16% ഓഹരി സ്മാർട്ട് സിറ്റിക്കുമാണ്. 16% ഓഹരി സംസ്ഥാന സർക്കാരിനും 84% ഓഹരി സ്മാർട്ട് സിറ്റിക്കുമാണ്. ഈ 84% സ്മാർട്ട് സിറ്റിയുടെ കൈവശമുള്ള ഓഹരി ഏൽപ്പിക്കാനായി മറ്റൊരു നിക്ഷേപക പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ഒരു വഴി. ഇതിൽ ഓർക്കേണ്ട ഒരു തടസ്സമുണ്ട് സുജയ. അതായത് ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ സെസ്സാണ്, സ്വകാര്യ പ്രത്യേക ആനുകൂല്യമുള്ള മേഖലയാണിത്. ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ സ്വകാര്യ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കുണ്ട്. ഇത് അത്തരത്തിൽ പെട്ടെന്ന് സ്ഥലം കൈമാറ്റം നടത്താനാകില്ല. ഇതിൽ ഒരുപാട് അതിലെ നിയമ നടപടികളുണ്ട്. അതൊക്കെ മറികടക്കണമെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഒരു അനുമതി വേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഒരു നിക്ഷേപക പങ്കാളിയെ കണ്ടെത്തുക, ഈ വ്യവസ്ഥ
വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെങ്കിൽ, ഘടനകളിൽ മാറ്റം വരുത്തണമെങ്കിൽ, അങ്ങനെയൊക്കെ മാറ്റം വരുത്തി മാത്രമേ പുതിയൊരു നിക്ഷേപ പങ്കാളിക്ക് ഇത് ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഈ സ്മാർട്ട് സിറ്റിയുടെ, നമുക്ക് പിന്നിൽ കാണുന്ന ഈ സ്മാർട്ട് സിറ്റിയുടെ ഈ പങ്കാളിത്തം, നിക്ഷേപക പങ്കാളിത്തം മറ്റൊരു ഒന്ന് കൈമാറണമെങ്കിൽ അതിൽ ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. അതിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അനുമതി കിട്ടേണ്ടതുണ്ട്. ആ കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് നിയമപരമായി. മറ്റൊരു എളുപ്പമുള്ള സാധ്യത നേരത്തെ അലി സൂചിപ്പിച്ചത് മട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ഇതിന് മുഖാമുഖമാണ് ഇൻഫോ പാർക്ക് നിൽക്കുന്നത്. ഇൻഫോ പാർക്കിൽ 156 കമ്പനികൾ ഇപ്പോൾ സ്ഥലം കാത്ത് നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഇൻഫോ പാർക്കിന് സർക്കാരിൻ്റെ കൈവശം, സ്വാഭാവികമായി ഇത് സർക്കാരിൻ്റെ കൈകളിലേക്ക് ഈ സ്ഥലം, സ്മാർട്ട് സിറ്റിയുടെ 246 ഏക്കർ സർക്കാരിന് കൈവശം വരും. ഈ കൈവശം വരുന്ന ഭൂമി ഇൻഫോ പാർക്കിന് കൈമാറുകയാണ് എളുപ്പമുള്ള മറ്റൊരു വഴി. അങ്ങനെയാണെങ്കിൽ ഈ 156 കമ്പനികൾ ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സ്ഥലം കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എളുപ്പത്തിൽ ഒരു IT വികസനത്തിനുള്ള ഒരു സ്ഥലം, ഒരു വഴി തെളിഞ്ഞു വരും എന്നുള്ളതാണ് കാണേണ്ടത്. സുജയ, ഓർക്കുക, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹണി, എനിക്ക് തോന്നുന്നു ആ ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും തമ്മിലുള്ളതൊന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കും പ്രേക്ഷകരെ. സുജയ ശ്രദ്ധിക്കുക, ഇതാണ് സ്മാർട്ട് സിറ്റിയുടെ കവാടം. ഇവിടെ ഇപ്പോൾ 90,000 നിക്ഷേപ സാധ്യതകൾ പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കമ്പനികൾ വളരെ ചുരുക്കമാണ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2011 ഫെബ്രുവരി 23 ഈ പാട്ടക്കരാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് മുഖേന 246 ഏക്കർ ഭൂമിയുടെ പാട്ടാവകാശം സ്മാർട്ട് സിറ്റിക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കിയതായി കണക്കാക്കുന്നതിന് നിശ്ചിത ഈ സമയപരിധിക്കുള്ളിൽ 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 8.8 ദശലക്ഷം അടി ബിൽറ്റപ്പ് സ്പേസ് സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനുബന്ധ സേവനങ്ങൾക്കായി, IT അനുബന്ധ സേവനങ്ങൾക്കായി കുറഞ്ഞത് 6.21 ദശലക്ഷം ചതുരശ്ര അടി ബിൽറ്റപ്പ് സ്പേസ് ആണ് മാറ്റിവെക്കേണ്ടത്. ഈ സാഹചര്യത്തിലാണ് നിരവധി തവണ പദ്ധതി വിജയത്തിൽ എത്തിക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചു എന്ന് പറയുന്നത്. അതിന് ശ്രമം ഫലിക്കാതെ വന്നതോടുകൂടി ഇപ്പോൾ ടീകോമിനെ ഒഴിവാക്കാൻ ശ്രമിച്ചതായി. സർക്കാരിൻ്റെ ഒരു ഭാഗം ഇതുതന്നെയാവണം. കരാർ പ്രകാരമുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകളായ IT വികസനമോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രണ്ടാം കക്ഷിക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ അവകാശമുള്ളതായി കരാറിൽ പറയുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന് ഈ കരാറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ടീകോം ചിലവാക്കിയ ലീസ് പ്രീമിയം തുകയായ 91.52 കോടി രൂപയും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ചെലവഴിച്ച തുകയും കണക്കാക്കി നഷ്ടപരിഹാരം നൽകാവുന്നതാണ്. ഇത് വ്യക്തമായി സംസ്ഥാന സർക്കാർ ഈ പാട്ടക്കരാറിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2011 നടത്തിയ ഈ പാട്ടക്കരാറിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇതിൽ നിന്ന് ഈ ടീകോമിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗം ഇങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. അങ്ങനെ വരുമ്പോഴും ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട് സുജയ, അതാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ടീകോമിനെ ഒഴിവാക്കാനായി ഇവർക്ക് എത്ര നഷ്ടപരിഹാര തുക നിശ്ചയിക്കണം എന്ന് തീരുമാനിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നതിൽ ഇൻഫോ പാർക്കിൻ്റെ CEO ഉണ്ട്. 3-അംഗ കമ്മിറ്റിയാണ്. ഇൻഫോ പാർക്കിൻ്റെ CEO ഉണ്ട്, IT മിഷൻ ഡയറക്ടറുണ്ട്. അതുകൂടാതെ സ്മാർട്ട് സിറ്റിയുടെ മുൻ CEO ആയിരുന്ന ബാജു ജോർജുമുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബാജു ജോർജിനെ ഇതിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് ഇപ്പോൾ വിവാദം ഉയർന്നിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ തന്നെ മുൻ CEO ആയിരുന്ന ആൾ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട കമ്പനിയിലേക്ക് കടന്നു വന്നതിനെതിരെ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. എങ്കിലും ഇവർ 3 പേരും ചേർന്നുള്ള ഈ കമ്മിറ്റിയാണ് എത്രത്തോളം നഷ്ടപരിഹാര തുകയാണ് ടീകോമിന് നൽകേണ്ടത്, എത്രത്തോളം തുക നൽകി ആ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്ന തുകയാകും സംസ്ഥാന സർക്കാർ ടീകോമിനായി വാഗ്ദാനം ചെയ്യുക. ടീകോമിനായി അങ്ങനെ വാഗ്ദാനം ചെയ്യുമ്പോൾ ആ തുകയ്ക്ക് ടീകോം അത് കൈപ്പറ്റാൻ തയ്യാറാകുമോ, ഒഴിയാൻ തയ്യാറാകുമോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനി അറിയാനുള്ളതാണ്. അതിൻ്റെയൊക്കെ പ്രതികരണം ടീകോമിൻ്റെ ഭാഗത്ത് നിന്ന് അറിയാനുള്ളതുമാണ്. ഏതായാലും ഇപ്പോഴുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് സുജയ. ഇത്തരത്തിൽ ഈ 3-അംഗ കമ്മിറ്റിയാണ് ഇനി ടീകോമിനെ ഇവിടുന്ന് മാറ്റുന്നതിനായി എത്ര തുക നിശ്ചയിച്ച് നൽകണം എന്ന് തീരുമാനിക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളുമായി ഇനി ടീകോമിനെ മുന്നോട്ട് പോകാനാകുക. ഏതായാലും ഓർക്കേണ്ട കാര്യമുണ്ട്, 2007 ആദ്യമായി ഇത് സംബന്ധിച്ചുള്ള ചുവടുവയ്പ് നടക്കുന്നു. കരാർ സ്റ്റാർട്ട് ചെയ്യുന്നു. 2011 ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നു. ഇതിനെ തുടർന്ന് ഇത്രയും വർഷങ്ങൾ, ഈ 13 വർഷം ഇഴഞ്ഞു നീങ്ങുമ്പോഴും ഇതിനകത്ത് ഈ സ്മാർട്ട് സിറ്റി നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം അതിവിശാലമായ സ്ഥലം. സുജയ ഓർക്കേണ്ടതുണ്ട്, കൊച്ചിയുടെ തന്നെ ഈ ഏറ്റവും IT ഹബ്ബായ കാക്കനാടിൻ്റെ ഹൃദയഭൂമിയിൽ, അതായത് മുഖാമുഖം നിൽക്കുകയാണ് സ്മാർട്ട് സിറ്റിയും ഇൻഫോ പാർക്കും. ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്മാർട്ട് സിറ്റിയിൽ സ്ഥലം കൂടുതൽ അനുവദിച്ച് കിട്ടിയാൽ അത് ഇൻഫോ പാർക്കിന് വലിയ മുന്നേറ്റം IT രംഗത്ത് ഉണ്ടാക്കാനാകും എന്നുള്ള പ്രത്യേക സമിതി അടക്കം രൂപീകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണല്ലോ. എന്താണ് തുടർ നീക്കങ്ങൾ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. വിശദമായി തന്നെ നമ്മൾ ഈ വിഷയം പരിശോധിക്കുകയായിരുന്നു. താങ്ക് യു ലേബി സജീന്ദ്രൻ, റോഷിപാൽ, TV പ്രസാദ്, അലി അക്ബർ ഷാ.